അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാ ഇമാമുനാ മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ മഹ്ദിയു മിൻ ഇത്റതി മിൻ ഉൽദി ഫാത്തിമ, അൽ മഹ്ദിയു മിൻ ഇത്റതി, ഇമാം മഹ്ദി എന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവനാണ്. ഇമാം മഹ്ദി എന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ മിൻ ഉൽദി ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു തആലയുടെ കുടുംബ പരമ്പരയിലെ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. വഹുവ റജുലുൻ ആദിയുൻ, ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, ഇമാം മഹ്ദിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന്, എന്റെ പേരിനോട് സമാനമായ പേരായിരിക്കും ഇമാം മഹ്ദിയുടെ പേരെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇമാം മഹ്ദി വരും എപ്പോഴെന്നറിയുമോ? ലോകവ്യാപകമായി ഇസ്ലാമിക സമൂഹത്തിനെതിരെ കയ്യേറ്റം നടക്കുമ്പോ, കടന്നുകയറ്റം നടക്കുമ്പോ, ഇസ്ലാമിക സമൂഹത്തിന്റെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കപ്പെടുമ്പോ, മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകം വഴുതി വീടുമ്പോ, ആണവായുധത്തിന്റെ തർക്കം മുറുകുമ്പോ, ലോകരാഷ്ട്രങ്ങൾ കിടമത്സരം ഉണ്ടാകുമ്പോ, ഒരു വലിയ രക്തച്ചൊരിച്ചിലേക്ക് ലോകം മാറി നിൽക്കുമ്പോ, ആ സമയത്ത് ലോകം മുഴുവനും, നേരത്തെ ഈ കാര്യം ഞാൻ നേരത്തെ വളരെ വ്യവസ്ഥാപിതമായി പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവനും ഒരു നായകനെ തേടുമ്പോ ഇസ്ലാമിക സമൂഹത്തിന് നേതാവില്ല. ഇമാമുദ്ദീൻ സഞ്ചിക്ക് ശേഷം, നൂറുദ്ദീൻ സഞ്ചിക്ക് ശേഷം, ഉമർ മുഖ്താറിന് ശേഷം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിനൊരു നായകനില്ലാതെ എല്ലാവരും എല്ലാ തെരുവോരങ്ങളിലും പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ രക്തമൊടുകുമ്പോ, ആ സമയത്താണ് ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതേവരെ ഇമാം മഹ്ദി നമ്മുടെ ചാരത്ത് എവിടെയോ ഉണ്ട് സഹോദരങ്ങളെ, ഇമാം മഹ്ദി എവിടെയോ നമ്മുടെ ചാരത്തുണ്ട്. ഒരു രാത്രിയായി കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യസ്റഹുല്ലാഹു ഫീ ലൈല, ഒരൊറ്റ രാത്രി കൊണ്ടൊരു ചെറുപ്പക്കാരനെ അറിയുക സഹോദരാ, എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, അയാൾ ഒരു രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ, ഓ രാത്രിയിൽ ആ മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു തൗബ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കും. ആ മനുഷ്യൻ മുഹമ്മദ് എന്ന പേരുള്ള സാധാരണക്കാരനായ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽ വന്ന ആ മനുഷ്യൻ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ, ആ രാത്രിയിൽ അയാൾ പാതിരാ സമയത്ത് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുമത്രേ. അല്ലാഹുവേ, അറിയാതെ ജീവിതത്തിൽ എന്തെങ്കിലും അപരാധങ്ങൾ സംഭവിച്ചു പോയാൽ, അല്ലാഹു നിയോഗിച്ച രാത്രി, ഇമാം മഹ്ദി വരണമെന്ന് ആഗ്രഹിച്ച രാത്രി, ആ രാത്രിയിൽ ആ മനുഷ്യൻ പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള എല്ലാവിധ ശക്തിയും ഇമാം മഹ്ദിക്ക് നൽകും. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ, എന്ന് രാത്രിയാണോ തൗബ ചെയ്തത്, അതിന്റെ പിറ്റേ ദിവസം രാവിലെ ലോക മുസ്ലിമീങ്ങളുടെ ആസ്ഥാന കേന്ദ്രമായ കോടിക്കണക്കിന് ആളുകൾ എവിടെ കാണോ നെഞ്ചു തിരിച്ച് നമസ്കരിക്കുക, എവിടെ കാണോ നമ്മുടെ ലക്ഷ്യമടക്കുക, കഅബാലയത്തിന്റെ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ ഇമാമുനാ മഹ്ദിയുൽ മുന്തദർ, എല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന്. അന്ന് കഅബാലയത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ അതൊരു ഹജ്ജിന്റെ ദിവസമാണ്. ആ ദിവസം അവിടെ എത്തുന്ന ആളുകൾ ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യുമത്രേ. ലോക മുസ്ലിമീങ്ങളുടെ നേതാവായി നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആദ്യം ബൈഅത്ത് ചെയ്യുന്നത് അറബി വംശജരാണ്, രണ്ടാമത് ബൈഅത്ത് ചെയ്യുന്നത് ഇറാനികളാണ്, മൂന്നാമത് ബൈഅത്ത് ചെയ്യുന്നത് തുർക്കികളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ